ശബരിമല സ്വർണ്ണക്കള്ള വിവാദമായി തനിക്കൊരു ബന്ധവുമില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അവയെല്ലാം കൽപ്പിത കഥകളാണ്. മടിയിൽ കനമില്ല, അതുകൊണ്ട് ആരെയും പേടിക്കുന്നുമില്ല. മണ്ഡലത്തിലെ വികസനത്തിൽ എല്ലാവർക്കും ബോധ്യമുണ്ടെന്നും കഴക്കൂട്ടത്തും ത്രികോണ മത്സരത്തിനാണ് സാധ്യതയുള്ളതെന്നും കടകംപള്ളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എങ്ങനെ കാണുന്നു ഈ ഒരു വീണ്ടും തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് വരുമ്പോൾ? നല്ല ആത്മവിശ്വാസം എനിക്കുള്ളത്. കാരണം ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ കുടുംബവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഈ നിയോജകമണ്ഡലം 10 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വേണ്ടിയും നിലനിൽക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനകത്ത് ഈ ശബരിമല വിഷയമാണ് ഇവിടെ കഴക്കൂട്ടത്ത് പ്രചാരണ ആയുധമാക്കുക എന്നുള്ളതാണ് BJPയും കോൺഗ്രസും ഒക്കെ പറയുന്നത്. അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക? അവരത് തന്നെയാണ് പ്രചരണ ആയുധമാക്കേണ്ടത്. അക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. ഈ ശബരിമല പ്രശ്നവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാ ആളുകൾക്കും നന്നായിട്ടറിയാം. അത് കൽപ്പിത കഥയാണ്, ബോധപൂർവം സൃഷ്ടിച്ചതാണ്, തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുണ്ടാക്കിയതാണ്, വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതായിട്ടൊരു നാടകമാണ്. എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് ഇനി വഴിയിൽ ആരെയും പേടിക്കുന്നതുമില്ല, ഒരു പ്രശ്നവുമില്ല. ആളുകൾക്കെല്ലാം എന്നെ നന്നായിട്ടറിയാം. ഞാൻ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രമല്ല, MLA എന്നുള്ള നിലയിൽ മാത്രമല്ല, 10-15 വർഷം MLA ആയിരുന്നു, ആ നിലകളിൽ മാത്രമല്ല. ഞാൻ പിറന്നു വീണത് ഈ മണ്ഡലത്തിലാണ്, ഞാൻ വളർന്നത് ഇവിടെയാണ്. ഞാൻ എത്രയോ വർഷക്കാലമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ നാടിൻ്റെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു പ്രവർത്തകനാണ്. കക്ഷി രാഷ്ട്രീയമൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. എൻ്റെ മുന്നിൽ വരുന്ന ഒരാളും നിരാശരായി പോയ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണ്. ഈ നേമത്തും കഴക്കൂട്ടത്തും ഉൾപ്പെടെയുള്ളവരെങ്കിൽ കോൺഗ്രസിന് ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിയുന്നില്ല, അങ്ങനെ ചില ആക്ഷേപങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഡീലാണ്? അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും സംശയിക്കുന്നില്ല. കോൺഗ്രസ് നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെ നിർത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. നേമത്തും വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണല്ലോ മത്സരിക്കുന്നത്. നല്ല മേയറാകാനൊക്കെ വന്നിട്ട് പോയ ഒരാളാണല്ലോ ഇപ്പോൾ നേമത്ത് മത്സരിക്കുന്നത് കേൾക്കുന്നത്. അത് ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഈ കഴക്കൂട്ടത്ത് പ്രധാന എതിരാളി ആരാണ്? ഞാൻ അങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു എതിരാളി അങ്ങനെ തീർച്ചയായിട്ടും കോൺഗ്രസും BJP എല്ലാം ഉണ്ടല്ലോ. ഒരു ട്രയാങ്കുലർ ഫൈറ്റിനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ആരെങ്കിലും ഒരാളെ പ്രധാനപ്പെട്ട എതിരാളിയായിട്ടൊന്നും പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. യഥാർത്ഥത്തിലും വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്ത് ആദ്യം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടേക്ക് ഇറങ്ങിയിരിക്കുന്നു. വളരെ ആളുകൾ കൂടിയ വളരെ ആവേശകരമായ റോഡ് ഷോയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ റിബിനൊപ്പം VS അനു, ന്യൂസ് മലയാളം.